ധ്യാനിക്കാനുള്ളത്. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി. ഇനി അതിൻ്റെ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് നോക്കി. നിർമ്മതരായിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. പത്രോസിന്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട 2 ദൂതുകളുടെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. 2 ഭാഗങ്ങളിലും പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിപ്പിൻ. ഇത് പൗലോസ്ലീഹായും പറയുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ആത്മയുദ്ധത്തിൻ്റെ കാതലായ ഒരു ഭാഗം പത്രോസ്ലീഹ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിക്കും. അതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷൻ, നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കി സ്ഥിരതയോടെ നിൽപ്പിനെന്ന്. മനസ്സ് ഏകാഗ്രമാക്കി സ്ഥിരതയോടെ നിൽപ്പിൻ. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ സ്ഥിരത, ഓട്ടത്തിൻ്റെ സ്ഥിരത, യുദ്ധത്തിൻ്റെ സ്ഥിരത, പ്രാർത്ഥനയുടെ സ്ഥിരത, ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് സ്ഥിരത എന്ന് പറഞ്ഞ വാക്ക്. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി. അപ്പോൾ പടക്കളത്തിൽ ഒരു പോരാളി എത്രമാത്രം ശ്രദ്ധയോടെ നിൽക്കുന്നോ അത്രമാത്രം ശ്രദ്ധയോടെ നിന്ന് നയിക്കേണ്ട ഒരു ആത്മീക ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. പത്രോസ്ലീഹായുടെ ഈ 2 ലേഖനങ്ങൾ അത് വെളിപ്പാടുകൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ വെളിപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവമായി ഭയങ്കര ബന്ധമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം കൊണ്ട് ജയിച്ച മനുഷ്യനല്ല അദ്ദേഹം. തീരുമാനം ശക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് ജയിച്ച ആളല്ല, ആഗ്രഹവും ശക്തമായിരുന്നു. അതിൻ്റെ പ്രഖ്യാപനം കൊണ്ടും ജയിച്ച ആളല്ല, അതും ശക്തമായിരുന്നു. അപ്പൊ ഇതെല്ലാം ശക്തമായിരുന്നപ്പോഴും പത്രോസിൻ്റെ ആത്മീക ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കയറി വന്നപ്പോൾ പത്രോസ് തോറ്റുപോയി. ഈ തോൽവിയിൽ നിന്ന് പിന്നെ പത്രോസ് കരകയറിയില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ ആർദ്ര കരുണയാൽ അദ്ദേഹം തിരികെ കയറി. ശരിക്കും ശിഷ്യത്വ ജീവിതത്തിൻ്റെ 3.5 വർഷങ്ങളിൽ ചേർന്ന് നടന്നൊരു മനുഷ്യൻ, എന്നാൽ പ്രതിസന്ധികളിൽ പരാജിതനാണെന്നും ജയാളിയാകാൻ കഴിയുന്നില്ലെന്നും തെളിയിച്ചിട്ടും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ കണ്ണുകൾ ആ മനുഷ്യനെ തിരഞ്ഞെന്ന്. കർത്താവിനോട് നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ, തെളിയിച്ചില്ലേ ജയിക്കത്തില്ലെന്ന്, പിന്നെയും എന്തിനാ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വെളിപ്പാട്. എന്നിട്ട് അദ്ദേഹം ജയിച്ച് കയറി വന്നതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ കണ്ട ഒരു പത്രോസിനെ അല്ല നാം ഈ ലേഖനം എഴുതുന്നയാളിൽ കാണുന്നത്. അത്ര ഈടുറ്റ ദൂതുകൾ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് തന്നിട്ട് 5:8 അദ്ദേഹം പറയുന്നു, ഓർത്തു നോക്കി, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നടന്നോട്ടെ, അത് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. അങ്ങനെ എതിർത്ത് നിൽക്കാൻ ആഹ്വാനം ചെയ്തിട്ട് ഈ കത്തങ്ങോട്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ ദൈവദാസൻ പറയുന്നു, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കാൻ കഴിയണം. ഇന്ന് പകൽ വചനവും ആത്മാവിൻ്റെ ശക്തിയും എങ്ങോട്ടാ ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ മാനസിക തലങ്ങളിലോട്ട് ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കണം. ആ മാനസിക തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്ഥിരതയുടെ യുദ്ധം നമ്മളിൽ നടക്കുന്നത്. ആമേൻ. യുദ്ധം ചെയ്യുന്നില്ല നമുക്ക് പറയാനൊക്കത്തില്ല, വിശ്വസിക്കുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടോ, ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് പ്രാർത്ഥന എന്നതിനേക്കാൾ, പ്രാർത്ഥന വേണ്ടെന്നല്ല, പ്രാർത്ഥന എന്നതിനേക്കാൾ ലേഖനങ്ങളിൽ സംസാരിച്ചിട്ടുള്ളത് വിശ്വാസം അല്ലേ? പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തത്തുല്യമായോ അതിനേക്കാൾ കൂടുതലോ ആയ പ്രയോഗങ്ങൾ വന്നിരിക്കുന്നത് വിശ്വാസം. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും, എന്നാൽ ഞാൻ കുറച്ചേ വിശ്വസിക്കത്തുള്ളെങ്കിൽ എനിക്കെന്താ പ്രയോജനം? ഞാൻ നന്നായി പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ അല്പമേ വിശ്വസിക്കുന്നുള്ളെങ്കിൽ എനിക്കെന്താ പ്രയോജനം? അപ്പൊ ആത്മമനുഷ്യൻ തളർന്നു പോയാലും പ്രാർത്ഥന നടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ആത്മമനുഷ്യൻ തളർന്നു പോയാൽ വിശ്വാസത്തിന്റെ ചിറകുകൾ ഒടിയും. പ്രാർത്ഥന നടക്കും പിന്നെ, ഇല്ലേ? പ്രാർത്ഥന നടക്കും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. എൻ്റെ പ്രയാസം എന്തുവെന്നറിയാമോ? പ്രാർത്ഥിക്കാനല്ല അന്നേരം. എൻ്റെ പ്രയാസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാത്മതലത്തിലോട്ട് കയറാനാണ് എനിക്ക് പ്രയാസം. കാരണം സാഹചര്യങ്ങൾ എൻ്റെ പ്രാർത്ഥനകളെ അല്ല തടയുന്നത്, സാഹചര്യങ്ങൾ എൻ്റെ വിശ്വാസത്തെ ഉന്നമിക്കുന്നു. നീ വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല, എന്നിട്ട് സാഹചര്യം മാറിയോ? ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു നോക്കുമ്പോഴും എൻ്റെ സാഹചര്യങ്ങൾക്ക് ലവലേശം മാറ്റമില്ല. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും, എന്നിട്ടും എൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല. എൻ്റെ പ്രാർത്ഥന വലുതായിട്ട് ബാധിക്കപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ, എന്നാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ തലം എവിടെയോ ബാധിക്കപ്പെടുന്നുണ്ട്. ആമേൻ. പത്രോസ് പറയുന്ന ദൂതിൻ്റെ ആ കാമ്പ് നോക്കി, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച നിർമ്മതരായി. ലേഖനങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി ഇരിക്കുവിനെന്ന് പറഞ്ഞ് ഈ ദൂതുകൾ അദ്ദേഹം കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. ആരുടെ പ്രതിയോഗി? ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാചോ? അല്ല, നിങ്ങളുടെ പ്രതിയോഗി. നിങ്ങളുടെ പ്രതിയോഗി. ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങണ്ടു എന്ന് തിരഞ്ഞ അല്ല, നിങ്ങളുടെ പ്രതിയോഗി. ആത്മമണ്ഡലത്തിൽ
അതിശക്തമായ വിജയത്തിന്റെ യുദ്ധം നടത്തണോ, നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിപ്പിൻ. ആ ദൂത് പറയുമ്പോൾ, ഈ രണ്ട് ദൂതുകൾ പത്രോസ്ലീഹ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഈ അഭിഷിക്തൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ധ്യാനിച്ചിട്ട് ഇന്ന് പകൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥനയിലോട്ട് കയറിപ്പോണം. നന്നായി മണിക്കൂറുകൾ അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു ഭയങ്കര കൃപ ഈ പ്രഭാതത്തിൽ നമ്മുടെ മേൽ വ്യാപരിച്ചു. അതൊരു ഭയങ്കര അനുഗ്രഹം കേട്ടോ. ആ അന്യഭാഷയിൽ ആത്മനിറവിൽ, ആത്മാവിൽ എല്ലാം മറന്ന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സഭ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആത്മതലങ്ങളിൽ തുറക്കുന്നു എന്ന് നമുക്ക് നിർവചിക്കുക പ്രയാസമാണ്. അത് ദേശത്തെ സ്പർശിക്കുന്നുണ്ട്, ആത്മതലങ്ങളെ സ്പർശിക്കുന്നുണ്ട്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഉയർന്നു നിൽക്കുന്ന അധികാര തലങ്ങളെ സ്പർശിക്കുന്നുണ്ട്, ആത്മമണ്ഡലങ്ങളിൽ ഭയങ്കരമായ തുറവി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയാത്ത, വിവരിക്കാനാകാത്ത ദൈവപ്രവൃത്തികളെ കൊണ്ടുവരുന്ന സമയമാണ് അത്. ശ്രദ്ധിക്കുന്നുണ്ട് വചനം പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, രഹസ്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഒന്നും മറവല്ലാത്ത ദൈവത്തിന്റെ മുൻപിൽ എന്ത് രഹസ്യം പറയാൻ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സകലതും നഗ്നവും മലർന്നുമായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ എന്ത് രഹസ്യം പറയാൻ? പക്ഷെ വചനം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അവൻ രഹസ്യങ്ങളെ പ്രസ്താവിക്കുന്നു. വേറെ ആർക്കോ എവിടെയോ മനസ്സിലാക്കാൻ കഴിയാത്തതും ദൈവത്തിനു മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതുമായ അതിശക്തമായ ഒരു സംഭാഷണം ആ സമയത്ത് നടക്കുന്നുണ്ട്. നീ ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ദുരാത്മമണ്ഡലങ്ങൾ അറിയും. പക്ഷേ നീ ആത്മാവ് നൽകുന്ന ഭാഷയിൽ സംസാരിച്ചാൽ അത് ദൈവത്തിന് മാത്രമേ ഇന്ന് പകൽ മനസ്സിലാകത്തുള്ളൂ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. അപ്പൊ എത്ര സുന്ദരമായ സമയം നോക്കിയ അല്ലേ, എത്ര പ്രാധാന്യമുള്ള സമയം നോക്കി. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയോ അഫലം. അപ്പൊ എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത, എൻ്റെ ബുദ്ധിക്ക് നിർവചിക്കാൻ പറ്റാത്ത, എൻ്റെ ബുദ്ധിക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് ഞാൻ ആ സമയം നിൽക്കുന്നത്. ആർക്കത് ഭോഷത്വമാണെന്ന് തോന്നിയാലും ദൈവവചനത്തെ അംഗീകരിക്കുന്നവൻ അത് ഭോഷത്വമല്ല. അല്ലേ? കണ്ടു നിൽക്കുന്നവർക്ക് ഭോഷത്തായിരിക്കും, കേട്ടു നിൽക്കുന്നവർക്ക് ഭോഷത്തായിരിക്കും. പക്ഷെ ദൈവവചനത്തെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചത് ഭോഷത്വമല്ല. അവന് ഗ്യാരണ്ടി ഉണ്ട്, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഓ റാബാദന ഹജസ്മന ജലവർദ്ധന അംശവർദ്ധവദസ്മനാധുര ഹടകൽ കർമ്മവേദവർദ്ധന ജേസ്വായ്ഥിനിയൽ ബ്രേദഗമന ഹടക ചുടവർദ്ധിനി പ്രബന്ധിനി ഹേ സ്വായ്ഥാൽ ബ്രേദഗമന ഹടക ചുടവർദ്ധനാദി ആരാധന ഹേ സ്വായ് ഏൽബ്രൈഥനയസ് ഗോപീധല പ്രഭു ജാസ്വായ്ഥിനിയൽ ബ്രേദഗമന ഹടക ചുടവർദ്ധി പ്രബുദ്ധനാദന. ഇന്നുവരെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആത്മതലങ്ങൾ ഈ ഉപവാസത്തിന് 15
16, 17 ദിവസങ്ങളിൽ ജലവർദ്ധി പ്രവർത്തിനി വിധിസ്മനാദിനി ആത്മീക രഹസ്യങ്ങളുടെ കലവറകൾ ഇന്ന് പകൽ ഞങ്ങളുടെ മുൻപിൽ ആ വചനത്തിന്റെ വാഗ്ദത്ത പ്രകാരം സ്വർഗ്ഗം തുറക്കുന്നതിനായി ജലവർദ്ധിനി and just come out till breathe in hell hey smile lekia lorbia larbi dulbrana hamdala jargumana hadal hey say hey smile lerbi dulbran handal kama savirdi albrina hodi vis maidini just maidini albrena kabal hadaga turannu varade ജയബലവാദ വാദകരാജ ജൂഡബലദ്ദ വന്ദകരജ വന്ദപരജ ദംഗലഗഡ ഹന്തകരജ ദിഞ്ചലവർദ്ധേ കൂടബലന്തല വർദ്ധല വന്ദല വഞ്ചല വർദ്ധല വന്ദല വന്ദല വഞ്ചല വന്ദിൽ കിർമിനി കെട്ടി കൂടമ്പാലം അന്തമ്പാലം അന്തപരച്ചം പാതികരച്ചം ദേദേവാല അന്താരാജ അന്യഭാഷയിൽ മണിക്കൂറുകൾ സംസാരിക്കുന്ന ഒരു കൃപ ഞങ്ങളുടെ മേൽ വീണ്ടും വ്യാപരിക്കട്ടെ ചിലതിനെ തുറന്നെടുക്കട്ടെ ആത്മാവിൽ സഞ്ചരിക്കട്ടെ അവിടെ പത്രോസിൽ ഈ ദൂതുകൾ പറയുമ്പോൾ ശരിക്കും ദൈവസഭയെ ദൈവമക്കളെ ഭയങ്കരമായി ഉണർത്തിക്കൊണ്ടാണ് ആ ദൂതുകൾ പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർക്ക് ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർക്ക് ഞാൻ എഴുതുന്നത്. ആ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. രക്തത്താൽ തളിക്കപ്പെടാനായി. രക്തം തളിച്ച സന്ദർഭങ്ങൾ നോക്കിയേ. ഒന്ന്, അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ ഇവർ പാർത്ത കൂടാരത്തിന്റെ വാതിലിൽ ഇവർ രക്തം തളിച്ചു. കർത്താവ് പറഞ്ഞതനുസരിച്ച് ആ മാസത്തിന്റെ 10-ാം തീയതി അവർ കുഞ്ഞാടിനെ എടുത്തു, അവരുടെ കൂടാരത്തോട് ചേർത്ത് കെട്ടി 14-ാം ദിവസം സന്ധിയിൽ അതിനെ അറുത്തു. എന്തേ 14-ാമത്തെ ദിവസം സന്ധിയിലാണ് അറക്കേണ്ടതെങ്കിൽ 14-ാം ദിവസം അങ്ങ് വാങ്ങിച്ച പോരെ? 10-ാം തീയതി നിങ്ങൾ കുഞ്ഞാടിനെ എടുക്കണം, 14-ാം തീയതി നിങ്ങൾ അറക്കണം. 14-ാം തീയതി അറക്കുന്ന സമയത്ത് പോയി കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അറുത്താ പോരാ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. 10-ാം തീയതി മുതൽ 14-ാം തീയതി സന്ധ്യ വരെ നിന്റെ കൂടാരത്തിൽ നിന്റെ കൂടെ നീ കണ്ട് അറിഞ്ഞിരുന്ന കുഞ്ഞാട് നിന്റെ ഭാഗമായി. അതിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് നിന്റെ കട്ടിളപ്പടിയിൽ പുരട്ടുമ്പോൾ ഒരു നേരിയ നൊമ്പരം നിന്റെ ഉള്ളിൽ വ്യാപരിക്കും. കാരണം ആ കുഞ്ഞാട് എൻ്റെ ഭാഗമാണ്. എൻ്റെ ഭാഗമായി തീർന്ന കുഞ്ഞാട് എനിക്ക് പകരം അറുക്കപ്പെട്ടിട്ട് അതിൻ്റെ ജീവനെ എൻ്റെ കൂടാരത്തിൻ്റെ മുൻപിൽ ഞാൻ പുരട്ടുമ്പോൾ, അന്ന് രാത്രിയിൽ ഞാൻ കൂടാരത്തിന്റെ അകത്തിരിക്കുമ്പോൾ ആ രക്തം സംസാരിക്കും, സംഹാരകനോട് സംസാരിക്കും. ഇത് യഹോവയ്ക്കുള്ളത്, ഇതിനെ തുടരുത്. ഈ പകൽ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ. ഈജിപ്തിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിനകത്തേക്ക് സംഹാരകൻ കയറിയപ്പോൾ പടയാളി പോലും സംസാരിക്കാൻ പറ്റിയില്ല. ഒരു സാമ്രാജ്യത്തിനെ എതിർക്കാൻ കഴിയാത്ത ഒരു സംഹാരകൻ. എന്നാൽ ദേ അബ്രഹാമ്യ സന്തതിയുടെ കൂടാരത്തിലേക്ക് കയറുമ്പോൾ
സംസാരിക്കുന്നു. തുടരുത്, ഇത് യഹോവയ്ക്കുള്ളത്. ഇന്ന് പകൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശു ക്രിസ്തുവെന്ന കുഞ്ഞാടിന്റെ രക്തം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, തുടരുന്നവനെ, തുടരുന്നവനെ, ഇത് യഹോവയ്ക്കുള്ളത്. രോഗശക്തികളോട് രക്തം സംസാരിക്കട്ടെ, ഇവളെ തുടരുത്. ഫറവോന്റെ ആദ്യ ജാതനെ സംരക്ഷിക്കാൻ ആ സാമ്രാജ്യത്തിന് കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ? എന്നാൽ വിശ്വാസത്തിൽ കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളപ്പടിയിലും കുറുമ്പടിമേലും പുരട്ടിയിരിക്കുന്ന കൂടാരങ്ങളുടെ പുറത്തൊരു ശബ്ദമുയർന്നു, തുടരുത് ഇവരെ, ഈ ഭവനത്തെ തൊടല്ലേ, ഇതിനകത്തുള്ള ഒന്നിനെ തൊടല്ലേ. ആമേൻ. ഇന്ന് പകൽ നമുക്ക് വേണ്ടി സംസാരിക്കട്ടെ. അത് നമ്മുടെ ഭവനത്തിലുള്ള ഒന്നിനെയും തുടരുത് എന്ന് സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. രക്തം സംസാരിക്കട്ടെ. ഇത് യഹോവയ്ക്കുള്ളത്. എന്താ പത്രോസ് പറഞ്ഞ? രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർക്ക് ഞാൻ എഴുതുന്നു. സംഹാരകൻ വന്നില്ലെന്നില്ല, വന്നു. പക്ഷേ കേറണോ വേണ്ടയോ എന്ന് രക്തം തീരുമാനിച്ചു. ഇന്ന് രാത്രി ഉന്നം വെച്ച് നിൽക്കുന്ന വൈരികളോട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന, നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ കുഞ്ഞാടിന്റെ രക്തം പറയട്ടെ, ഇവനെ തുടരുത്, ഇവളെ തുടരുത്. അന്നേരം ഇവരെന്ത് ചെയ്യാന്ന് നോക്കിയേ. ദിവസം പറയുന്നു, നിങ്ങൾ തിടുക്കത്തിൽ അരകെട്ടി വടി പിടിച്ച് ചെരിപ്പിട്ട് ആഹാരം കഴിക്കണം. ഈ ദീർഘവർഷം സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം. പുറത്ത് രക്തം സംസാരിക്കുമ്പോൾ നിങ്ങൾ അകത്ത് ചെരിപ്പിട്ട് വടി പിടിച്ച് തിടുക്കത്തിൽ ആഹാരം കഴിക്കണം. അതെന്തിനാ? ആരെ കാണിക്കാൻ? ആരെയും കാണിക്കാനല്ല, നിന്റെ മനസ്സിനോട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ നടക്കാത്ത വിടുതൽ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ നടക്കും. ദീർഘവർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കാത്ത അത്ഭുതം ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ നടക്കും. ദീർഘവർഷങ്ങൾ എൻ്റെ ഭവനത്തിൽ വെളിപ്പെടാത്തൊരു പുറപ്പാട് ഇന്ന് രാത്രി നടക്കുമെന്ന് അവരവരുടെ മനസ്സിനോട് സംസാരിച്ചു. നിന്റെ അടിമത്ത മണ്ഡലങ്ങൾ ഇന്ന് പകൽ പൊടനെ. നിന്നെ അടിമയാക്കി വെച്ചിരിക്കുന്ന രോഗശക്തികൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ പൊട്ടട്ടെ. ഇന്ന് പകൽ ഞങ്ങളുടെ ഭവനങ്ങളെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു. അവൻ ദീർഘവർഷങ്ങളെ അടിമത്തങ്ങൾ ഇന്ന് പകലിൽ സ്വർഗ പൊട്ടിച്ചുകളെ. അന്തുരവഞ്ചല വന്ദലവന്തി കർമ്മനകട്ടകൽ അന്തൽവാദി അന്തകരച്ചന വേദാവാദ ശിവനലോമ.
യേശുവിന്റെ നാമം. വടി പിടിച്ച തിടുക്കത്തിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ അവർ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾ എന്തിനാ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങളായി ഈ അടിമക്കളങ്ങളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇന്ന് റിലീസാകും. ഇന്ന് റിലീസാകും. ദൈവം അവരോട് സംസാരിച്ചല്ല, അവരോട് പറഞ്ഞുകൊണ്ട്. ആ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പരസ്പരം അവർ കൊടുത്തുകൊണ്ടിരുന്ന സന്ദേശം എന്താണെന്നറിയാവോ? നിന്റെ അടിമത്തം അവസാനിക്കാൻ പോകുന്നു. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു, വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ അടിമത്തം ഇന്ന് പൊട്ടാൻ പോവുക, ഇന്ന് പൊട്ടാൻ പോവുക, ഇന്ന് പൊട്ടാൻ പോവുക. മനസ്സുറപ്പിച്ച് ദൈവങ്ങളെ, നമ്മുടെ വിടുതലിന് നമ്മുടെ മനസ്സ് ഉറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പങ്കാളിത്തമുണ്ട്. എല്ലാവരും അടിമകളല്ലേ അല്ലേ? വർഷങ്ങളായ അടിമത്തത്തിലല്ലേ? അന്ന് രാത്രി ആ ഭവനങ്ങളിലെല്ലാം ഉയർന്ന സന്ദേശം എന്താന്ന് നോക്കി. അന്നേരം ഫറവോൻ റിലീസ് ലെറ്റർ കൊടുത്തിട്ടില്ല, മോശയെ വിളിച്ച് പറഞ്ഞിട്ടില്ല പൊക്കോളാൻ. പറഞ്ഞോ? സ്വതന്ത്രമാക്കേണ്ടവൻ സ്വതന്ത്രമായിക്കൊന്ന് പറയാതിരിക്കുമ്പോഴും തമ്പുരാൻ പറഞ്ഞു, ഞാനാ തീരുമാനിക്കുന്നത്, അവനല്ല തീരുമാനിക്കുന്നത്. അവൻ അവിടെ ഇരുന്നോട്ടെ, നിന്നെ അടിമയാക്കി വെക്കണമെന്ന് ചിന്തിച്ച് അവൻ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ അഡ്വാൻസായി ഞാൻ നിന്നോട് പറയുക, അവൻ സ്വാതന്ത്ര്യത്തെ ആഘോഷിച്ചു തുടങ്ങിക്കോ. വിടുവിക്കേണ്ടവൻ ഞാനാണ്. മനസ്സ് നമുക്ക് പറയാല്ലേ, 8 വർഷമായി ദൈവാസ, 4 വർഷമായി, 10 വർഷമായി, 12 വർഷമായി. നാനൂറ് വർഷം എന്ന് പറയുമ്പോൾ 4 തലമുറ വിടുതൽ കണ്ടിട്ടില്ല. 4ാം തലമുറയിൽ തമ്പുരാൻ പറഞ്ഞു, രക്തം എടുത്തോ, പുരട്ടിക്കോ, അകത്ത് കഴിച്ചോ, വടി പിടിച്ചോ, ഞാൻ പുറപ്പെടുവിക്കാൻ പോകുന്നു. ഈ ദൂത് ആർക്കുള്ളതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കുള്ള ദൂതാ. വർഷങ്ങളായി എൻ്റെ ഭവനത്തിൽ നടക്കാത്ത വിടുതൽ നടത്തിയെടുക്കുന്ന ഒരു ദൈവ ശബ്ദം. രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർക്ക് ഞാൻ എഴുതുന്നത്. ഫറവോന്യ കൊട്ടാരത്തിൽ സംഹാരകൻ കയറിയത് ഫറവോൻ അറിഞ്ഞു. ദൈവമക്കളുടെ വാതിൽപ്പടിയിലൂടെ സംഹാരകൻ പോയി. ദൈവമക്കൾ അറിഞ്ഞില്ല. ആര് ഡീൽ ചെയ്തു? രക്തം. നമ്മളെ ഉന്നം വെച്ച് കയറി വരുന്ന വൈരികളോട് ആര് കൈകാര്യം ചെയ്യുന്ന അറിയാമോ? ഇന്ന് രാത്രി നമുക്ക് വേണ്ടി, ഇന്ന് പകൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. രോഗബന്ധനങ്ങൾ പൊടണേ, മരണവാദങ്ങൾ പൊടണേ, സംഹാര ശക്തികൾ അഴിഞ്ഞു പോ. ഞങ്ങൾ യഹോവയ്ക്കുള്ളത്. ശരിക്കും ഓർന്നു നോക്കി. ഇവര് പോകുന്ന പോക്കിൽ ഫറവോൻ പുറകെ പോകുമ്പോൾ തമ്പുരാൻ പറയുന്നു, നീ പുറകെ പോകുന്ന സൂക്ഷിച്ചോണം, അത് രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട കുടുംബങ്ങളാ പോകുന്നത്. സംഹാരകൻ കയറി കാര്യങ്ങൾ ചെയ്തു പോയ അരമനയാണ് നിൻ്റെത്. മറ്റേത് സംഹാരകൻ മാറിപ്പോയ കൂടാരങ്ങൾ. അതുങ്ങളെ ഞാൻ പുറപ്പെടുവിച്ചുകൊണ്ട് പോകുന്നത്. പുറകെ പോകുന്നതൊക്കെ കൊള്ളാം, ഞാൻ തുറക്കുന്ന വഴിക്കകത്തിറങ്ങിപ്പോയാൽ കണ്ടോ കളി മാറും.
ഞാൻ തുറക്കുന്ന വഴിക്കകത്തേക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോയാൽ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരാൻ ഫറവോൻ ഉണ്ടാവുകയില്ല. ശിവനാമത്തിൽ ഇല്ലേ, ഈജിപ്തിലൂടെയൊക്കെ കൂടാരം വിട്ട് ഇറങ്ങിപ്പോകുമ്പോ പിന്നാലെ പോകല്ലേ. പക്ഷെ ചെങ്ങള തുറന്ന് വഴിക്കകത്ത് ഇറങ്ങി നിൽക്കുന്നവന്റെ പിന്നാലെ ഇറങ്ങിയാൽ കളി മാറും. ആ വഴി ആരാന്നറിയാമോ? ഞാൻ പ്രസംഗിക്കും നസറായനായ യേശു ക്രിസ്തു. നീ ഇന്ന് പകൽ ഇറങ്ങി നിൽക്കുന്ന ക്രിസ്തു എന്ന വഴിക്കകത്താണെങ്കിൽ അവിടേക്ക് ഇറങ്ങിയാൽ ഫറവോൻ തിരിച്ചു പോകുകയില്ല എന്ന് വചനം പറയുന്നു. നിന്നെ ഉന്നമിക്കുന്ന വൈരി തകരും, എന്നാൽ നീ ജയിക്കും. നിന്റെ ഭവനത്തെ ഉന്നമിക്കുന്ന വൈരികൾ തകരും, എന്നാൽ നീ ജയിക്കും. അവൻ നമ്മുടെ വൈരികളുടെ ബലത്തെ തകർത്തു കളയുന്നവൻ. പറ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയവും വിട്ടുപോകാൻ, യേശുവിന്റെ നാമത്തിൽ നിരാശകൾ വിട്ടുപോകാൻ പറ, യേശുവിന്റെ നാമത്തിൽ ആകുലതകൾ വിട്ടുപോ. അപ്പൊ രക്തം കൊണ്ട് മുദ്രയിടാൻ പറഞ്ഞത് ഈ ഈജിപ്തിലെ സംഹാരകന്റെ കേസിൽ മാത്രമല്ല, നിന്റെ യാത്രയിൽ ഉടനീളം. അവിശ്വാസത്താൽ തകർന്നു പോയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ നിൽക്കും. അല്ലേ? അങ്ങനെയല്ലേ? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം വന്ന് വെട്ടുപോയതേ ഉള്ളൂ, അല്ലാത്ത എല്ലാം നിന്നു. പത്രോസ ദൂത് തുടങ്ങുന്നു നോക്കി, രക്തത്താൽ തളിക്കപ്പെടാനായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ കാണുന്നത്? സീനായിൽ പ്രമാണം കൈമാറി കഴിഞ്ഞപ്പോൾ അന്നേരം മോശ രക്തമെടുത്ത് തളിച്ചു. ഇപ്പൊ അവർക്ക് മനസ്സിലായി, നേരത്തെ കട്ടളപ്പടി വരെ വന്നുള്ളായിരുന്നു, ഇപ്പൊ ശരീരത്തിൽ വീണു. പ്രമാണം അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, പ്രമാണം കൈമാറി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ രക്തം ഒഴിച്ചത് കട്ടളപ്പടിയിലല്ല, പ്രമാണം ഏറ്റുവാങ്ങിയവന്റെ മേല. ആമേൻ. ചൂടാബാന ഹംദാലാബ ഷെഖന ഓരാബൈദിരി അൽബ്രീദിഗിബിരി അഷ്മൈദിനിയ, യേശുവിന് അധികാരമുള്ള നാമം. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോ കട്ടളപ്പടിയിലുമല്ല, ശരീരത്തുമല്ല, പിന്നെയോ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവൻ. ആണോ? എവിടേക്ക് വന്നു നോക്കിയ രക്തം? ഹൃദയത്തിൽ. കാരണം അവിശ്വാസത്തിന്റെ മുള പൊട്ടുന്ന ഇടം അവിടെ ആയതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, അവിടെ രക്തം കൊണ്ട് മുദ്രയിട്ടോ, ഒരവിശ്വാസത്തിന്റെ സംഭവവും അകത്തേക്ക് കയറാത്ത തരത്തിൽ, വിശ്വാസത്തിന്റെ സ്ഥിരത വ്യാപരിക്കത്തക്ക തരത്തിൽ ഉടജ രഹസ്യ മനപ്പ അഞ്ജനെ ധൂപാര ഹത്തല ശകിരി ഇത് പകൽ ഹൃദയങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കട്ടെ. അങ്ങനെയല്ലേ വാക്യം? അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇപ്പൊ രക്തം എവിടായി? തുടങ്ങിയത് എവിടെയാന്ന് നോക്കി? പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ കട്ടളപ്പടി തുടങ്ങി. സീനായിൽ പ്രമാണം ഏറ്റെടുത്തപ്പോൾ ശരീരത്തിൽ വീണു. എന്നാൽ കാൽവരിയിൽ യഥാർത്ഥ കുഞ്ഞാട് അറുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് നേരെ അകത്തേക്ക് വന്നിട്ട് പറയുന്നു, നിന്റെ ദുർമനസാക്ഷി നീങ്ങുമാ. അപ്പൊ നമ്മളെ ഈ മനസ്സുറപ്പിക്കാൻ പരിശുദ്ധാത്മാ പറയുമ്പോൾ ഈ ദുർമനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ദുർമനസാക്ഷി. ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആലോചന കേൾക്കുന്നു, വാഗ്ദത്തം പ്രാപിക്കുന്നു, വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങളെല്ലാം വിപരീതമാകുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ദുർമനസാക്ഷി ഇങ്ങനെ നമ്മളെ ക്ഷീണിപ്പിക്കാനും തളർത്താനും നിരാശപ്പെടുത്താൻ
സാധ്യതയില്ലെന്ന് ചിന്തിപ്പിക്കാനും വാഗ്ദത്തം പ്രാപിക്കുക പ്രയാസമെന്ന് ഉള്ള ആലോചനകൾ നമ്മുടെ ഉള്ളിൽ ഇടാനും ദൈവം എനിക്ക് പ്രതിയോഗിയാണ് എന്നൊരു ചിന്ത നമ്മൾ കൊണ്ടുവരാനും ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ കൈവിട്ടു, ദൈവം എനിക്കത് ചെയ്യുന്നില്ല, കേട്ടോ, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ ഓർക്കണം, അത് ദുർമനസാക്ഷിയാണ്. അതിനാ പറഞ്ഞത് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെടും. ആ ദൂതിലേക്ക് നമുക്കൊന്നുകൂടെ വരണം. ഈ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ, ദൈവാസ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. കട്ടളപ്പടിയിൽ രക്തം പുരട്ടുക എളുപ്പ. കുഞ്ഞാടിനെ ഇറക്കുന്നു, രക്തം എടുക്കുന്നു, പുരട്ടുന്നു. പ്രമാണം കിട്ടിയപ്പോൾ മോശ രക്തം പുസ്തകത്തിന് മേലും ജനത്തിന് മേൽ തളിച്ചു, അതും മനസ്സിലായി. പക്ഷേ ദുർമനസാക്ഷി നീങ്ങുമാറ് ഞങ്ങളുടെ ഹൃദയത്തിൽ തളിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞാടിന്റെ രക്തം പുരട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്ന അറിയാം, ഒരു ജീവൻ, അതല്ലേ അല്ലേ, ജീവൻ. അപ്പൊ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെടാൻ പറഞ്ഞാൽ ഈ ഹൃദയത്തിന്റെ അകത്തേക്കൊരു ജീവനെ കയറ്റിവിടാനാ പറഞ്ഞത്. ആ ജീവൻ എന്തുവാന്നറിയാം? എന്റെ വചനം, ആത്മാവ്, ജീവൻ എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനത്തെ അങ്ങോട്ട് ധ്യാനിച്ച് വചനത്തെ തിന്നുക എന്ന് പറയുന്നത്, അതിനെ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ജീവനകത്തേക്ക് കയറി വരുക. അപ്പൊ ഈ വചനത്തെ സ്വീകരിക്കുക എന്നും തിന്നുക എന്ന് പറഞ്ഞാൽ, ഈ വചനം എന്നോട് പറയുന്നതിന് വിരോധമായി എന്തെല്ലാം ചിന്തകളും ആകുലതകളും വിചാരങ്ങളും എൻ്റെ അകത്തുണ്ടോ അതിന് പകരം അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ഈ വചനത്തിൻ്റെ ചിന്തയെ സ്വീകരിക്കുന്നതിനാ പറയുന്നത് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെടുക. ശരിക്കും കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിയിൽ പുരട്ടിയവർ സംഹാരകൻ വരുന്നുണ്ടോന്ന് പോയി നോക്കിയോ? നോക്കിയില്ല. അവരെന്ത് ചെയ്തു? ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തതുപോലെയുള്ള പുറപ്പാടിന്റെ കാര്യത്തിനായി അവർ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നു. തമ്പുരാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? അത് നടക്കാൻ പോവുക. അതിനനുസരിച്ച് മനസ്സുകൊണ്ട് ഒരുങ്ങാൻ യേശുവിന്റെ നാമത്തിൽ. ചർച്ചിനെ കുറിച്ച് തമ്പുരാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത് സംഭവിക്കാൻ പോവുക. മനസ്സുകൊണ്ട് ഒരുങ്ങിക്കൂ. വ്യക്തിപരമായി ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത് നടക്കാൻ പോകുക. മനസ്സുകൊണ്ട് ഒരുങ്ങ. എന്തോ സംഭവം അല്ലേ? ശരിക്കും ഫറവോൻ പൊക്കോളാൻ പറയുന്നതിന് മുൻപേ പോകാൻ ഒരുങ്ങുക ഇവര്. അതിൽ ഒരാൾ പറയുക, വേണ്ട, ഉത്തരവ് കിട്ടിയിട്ട് ഒരുങ്ങിയാൽ പോരെ, എന്താ ധൃതി? അതല്ല, ഇത് ദൈവരാജ്യ തത്വം. ലോകം ഉത്തരവ് കിട്ടിയിട്ട് പോകാൻ റെഡിയാകും. നീ ഉത്തരവ് കിട്ടുന്നതിന് മുൻപേ മനസ്സുകൊണ്ട് റെഡിയാകും. ആമേൻ. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ ജീവിതത്തിൽ ഈ ദൂത് പ്രകാരം വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകും. എന്റെ ശരീരത്തിൽ വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. എന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെടും. 15 ദിവസമായി, കുറെ മാറി, ഫുള്ള് മാറിയില്ല, തളിക്കേ. 17-ാം ദിവസമായി ദേവാസ 70% മാറിയുള്ളൂ, തളിച്ചോ. ഇതിനകത്തുണ്ട് അതിനെ നീക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ദൈവത്തിന്റെ ദൂത് കയറി വരുമ്പോ നമ്മൾ കത്തിക്കേറിപ്പോ. ഇതിന് വിരോധമായ ഏതെങ്കിലും ഒക്കെ സംസാരമോ ചിന്തക്കകത്തോട്ടോ പോകുമ്പോ നമ്മളാണ്.
അല്ലേ? ഇവിടെയെല്ലാം മോശ കത്തി നിന്നതാ. പക്ഷേ ജനത്തിന്റെ കലവിലെയും നിലവിളിയും കണ്ടപ്പോൾ പുള്ളി കരഞ്ഞുപോയി. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർക്ക് എഴുതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ആമേൻ, രക്തത്താൽ മുദ്രയടിക്കപ്പെട്ടവർ. രണ്ട്, ആമേൻ, പ്രമാണമേറ്റു വാങ്ങിയവർ. മൂന്ന്, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവർ. പ്രത്യേകമായ നിയോഗത്തിനായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ. ഇന്ന് പകൽ നമ്മളെ ലോകമെന്ന് വിളിക്കുന്നില്ല ദൈവം. നമ്മളെ വ്യത്യസ്ത ഗണത്തിനകത്ത് ദൈവാത്മപ്പെടുത്തിയിട്ട് പറയുന്നു, ഞാൻ നിങ്ങളെ ലോകത്തിൽ തെരഞ്ഞെടുത്തിരിക്കുകയാൽ നിങ്ങൾ ലോകക്കാരല്ല. ആമേൻ. ആണ് ഒരു പ്രധാന വാക്യം മറന്നു പോകല. ലോകം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു കാര്യമാണ്. ഞാൻ വേഗം പറയട്ടെ, പറഞ്ഞിട്ടും കൊണ്ടുവരാം. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങളല്ല നമ്മൾ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനു ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പോകുന്നു എവിടേക്ക് പോകുന്നെന്ന് അറിയാതിരിക്കുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. എന്നാൽ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളോ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. രണ്ടും രണ്ടാ. ഇന്ന് സഭകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, ആർക്ക്? ലോകത്തിന്. നമുക്കെന്തിനാ ഇനി ബോധം വരുത്തുന്നത്? അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. നിങ്ങളോ എന്നിൽ വിശ്വസിച്ചവരാ, അല്ലേ? നമ്മൾ വിശ്വസിച്ചവരല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നില്ലേ, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങളെ എന്ന് വിളിക്കത്തില്ല, നിങ്ങൾ ലോകക്കാരല്ല. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അവൻ സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തും. ആ സത്യത്തിൽ വഴി നടത്തുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ തലത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമാറ് ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ഭയങ്കരമായൊരു സ്വാതന്ത്ര്യം നമ്മുടെ മേൽ ദൈവത്തിന്റെ വചനത്താൽ ആത്മാവിന്റെ സഹായത്താൽ ഇന്ന് പകൽ സംഭവിക്കുന്നു. നമ്മളെ ഒതുക്കി വച്ചിരിക്കുന്ന ഏതോ ഒരു വമ്പൻ പുറപ്പാടിലേക്ക് പോകേണ്ട നിന്നെ ആകുലമായ ചിന്തകൾക്കകത്തിട്ട് ഒതുക്കി വച്ചിരിക്കുന്ന, നിന്നെ സ്വതന്ത്രമാക്കാതിരിക്കുന്ന ഒരാത്മതലത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വെട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ പൊടിഞ്ഞുകള. കർത്താവിനെ കൈവിട്ടിട്ടില്ലോ. വലിയ കാര്യങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. വിളിച്ചു പറ, കർത്താവിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. നമ്മളോ ലോകക്കാരല്ല. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വേറൊരു തലത്തിൽ സഞ്ചരിക്കേണ്ടവരാണ് ഞാനും നിങ്ങൾ.
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കണ്ടോ പത്രോസ് പറഞ്ഞത്, രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർക്ക് ഞാൻ എഴുതുന്നത്. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി മനസ്സുറപ്പിച്ച നിർമ്മതരായി വിശ്വാസത്തിൽ സ്ഥിരത പൂണ്ട് നിങ്ങൾ അവനോട് എതിർത്തു നിൽക്കും. അപ്പൊ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ. എന്നാൽ ഉണ്ടോ, എന്നാൽ ഈ പൈശാചിക തലം കീഴടങ്ങണോ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പിനെന്നാണോ എഴുതി വച്ചേക്കുന്നത്? അതോ അല്ല, പിന്നെ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. വെച്ചാൽ ദൈവം പറയുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക, എന്നിട്ട് നിങ്ങൾ അതിനെ എതിർക്കാൻ തയ്യാറാകുക. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. എഫെസ്യ ലേഖനം ഓർത്ത് നോക്കി. അതുകൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ പ്രാർത്ഥന എന്ന പരിചയെടുപ്പിൻ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്താൻ കഴിയത്തക്ക തരത്തിൽ പ്രാർത്ഥന എന്ന വിശ്വാസം എന്ന പരിചയം. അവിടെ പ്രാർത്ഥനയല്ല പറഞ്ഞേ, വിശ്വാസം. അപ്പൊ ദുഷ്ടന്റെ തീയമ്പെന്ന് പറയുന്നത് അവസരം കിട്ടുന്ന ഏത് സമയത്തും അത് വീഴുന്നുണ്ട്. ആണോ? ചിന്തകളായി, വിചാരങ്ങളായി, ആകുലതയായി, ഭയമായി, നിരാശയായി വീഴുന്നുണ്ട്. അതെല്ലാ മനുഷ്യർക്ക് അങ്ങനല്ലേ? നീ അത് പറയാനൊക്കത്തില്ല, നീ ലോകമല്ല. അല്ലേ? നമ്മളെ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകുമ്പോൾ അങ്ങേര് പറയാം, അതങ്ങനെയല്ലേ ബ്രദറെ, ലോകമല്ലേ, മനുഷ്യനല്ലേ. ആയിക്കോട്ടെ, പക്ഷെ പുസ്തകം പറയുന്നു ലോകമല്ലേ മനുഷ്യനല്ലേ എന്ന് നീ പറയാനൊക്കത്തില്ല. നീ ലോകമല്ല, നീ ആള് വേറെയാ. നീ ആത്മമണ്ഡലത്തോട് എതിർത്തു നിൽക്കേണ്ടവന്, നീ അവന്റെ ചിന്തകൾ വഹിക്കേണ്ടയാളല്ല. നീ വാഗ്ദത്തമുള്ളവനാണ്, നീ ക്രിസ്തുവിൽ കൂട്ടവകാശിയാണ്, നീ ഏക ശരീരസ്ഥനാണ്. ഏത് മനുഷ്യനോട് പോയി സംസാരിച്ചേ അവരെന്ത് പറയും? മനുഷ്യരല്ലേ ബ്രദറെ, ഈ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതെ, അതുകൊണ്ടെന്താ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ലോകക്കാരല്ലാത്ത നിലയിൽ സത്യാത്മാവിനാൽ വഴി നടത്തപ്പെട്ടവരായി ജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് ദൈവവചനം പറയുമ്പോൾ ആ വചനത്തിൽ ഒന്നുകൂടെ പറയുന്നു, രക്തത്താൽ തളിക്കപ്പെടാനായി. അപ്പൊ ഈ ദുഷ്ടന്റെ തീയമ്പെന്ന് പറയുന്ന ആരിലൂടെയും വരും. വ്യക്തികളിലൂടെ വരാം, നമ്മൾ കാണുന്ന ആളുകളിലൂടെ വരാം, വെളിപ്പാടില്ലാത്ത വിശ്വാസിയിലൂടെ വരാം. പത്രോസ് പറയുന്നത്, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ആരെയാണെന്ന് സ്വാധീനിക്കാൻ പറ്റുന്നത്. ഇതാ ചിന്ത. ഈ കൂട്ടത്തിലിരിക്കുന്ന ആരെയാണ് ഒന്ന് സ്വാധീനിക്കാൻ പറ്റുന്നത്? ദൈവഹിതപ്രകാരമല്ലാത്ത ചിന്താഗതികൾ ഇവരിൽ ആരിലാണ് ഇടാൻ പറ്റുന്നത്? വാഗ്ദത്തത്തെ അവകാശമാക്കാൻ കഴിയാത്ത തരത്തിൽ ആരുടെ ചിന്തകളെയാണ് ഒന്ന് കലുഷിതമാക്കാൻ പറ്റുന്നത്? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാച് നമ്മുടെ വാഗ്ദത്തത്തെ മാറ്റാൻ പറ്റുന്ന ആളല്ല. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം. അവിടെ ഒന്നും ഇവനെ കയറി ഇടപെടാനൊക്കത്തില്ല. പക്ഷേ വാഗ്ദത്തത്തെ അവകാശമാക്കാൻ കഴിയാത്ത വിധം നമ്മളെ അയോഗ്യരാക്കാനോ അസ്വസ്ഥരാക്കാനോ അവിശ്വാസം ഉള്ളവരാക്കാനോ പറ്റുമാറ് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ അവന് കഴിയും. അവിശ്വാസമുള്ളവരാക്കാൻ കഴിയല, അവിശ്വാസമുള്ളവരാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു വെക്കും. ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സാത്താൻ നിന്നെ പതിരുപോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. എങ്ങനെ? നിന്റെ ഒരു തീരുമാനമുണ്ട്, ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറത്തില്ല. ആ തീരുമാനത്തെ പൊളിക്കാൻ ഒരു സാഹചര്യം അവൻ രൂപപ്പെടുത്തും. അരമന മുറ്റത്ത് തീ കായുമ്പോൾ ഒരു പരിചാരിക വന്ന് നിന്നോട് അവിടെ വന്ന് അപ്രതീക്ഷിതമായൊരു ചോദ്യം, നീ അവനോട് കൂടെ ഇരുന്നവനല്ലേ? തിടുക്കത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഞാൻ അവനെ അറിയുന്നില്ല.
അനുഭവത്തിന്റെ വെളിച്ചം, അതാ ഞാൻ പറഞ്ഞത്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പിന്നീട് അദ്ദേഹം ദൂതെഴുതി. അതുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി എതിർത്തു നിൽക്കേണ്ടതിന് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളതല്ല നമ്മുടെ വിഷയം, നമ്മൾ ആരാധിക്കുന്നില്ലെന്നുള്ളതല്ല നമ്മുടെ വിഷയം, നമ്മൾ ഉപവസിക്കുന്നില്ലെന്നുള്ളതല്ല നമ്മുടെ വിഷയം. എന്നാൽ ആത്മമണ്ഡലത്തിൽ സ്ഥിരതയോടെ നിന്ന് വിശ്വാസത്തിൻ്റെ തലങ്ങളിലൊന്ന് ജീവൻ വെപ്പിച്ചിട്ട് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന കാര്യത്തിനകത്ത് എവിടെയോ നമുക്ക് ഇടർച്ച വരുന്നെങ്കിൽ ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ വാള് വെച്ചിട്ട് വെളിപ്പാടുള്ളവൻ അതിനെ വെട്ടി പ്രാർത്ഥിക്കും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ദുഷ്ടന്റെ തീയമ്പുകളെ ഇന്ന് പകൽ കെടുത്തിക്കളയുന്ന വിശ്വാസത്തിൽ പരിധിയാൽ ആത്മാവിന് വിരോധമായ ചിന്തകളെ ഇന്ന് പകൽ ഞാൻ ഉടച്ചു കളയുന്നു. അതുകൊണ്ട് നമ്മൾ ആരാന്ന് നോക്കിയേ, രക്തത്താൽ തളിക്കപ്പെടാനായി വ്രതന്മാരായവർ. അതുകൊണ്ട് പൗലോസ് പറയാം, അതുകൊണ്ട് അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരായ നാം. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവർ. പ്രാർത്ഥനയാൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണോ? അല്ല. പിന്നെ എന്നിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നിലേക്ക് പ്രവഹിക്കുന്ന ദൈവശക്തിയിൽ ദൈവം എന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കും. വാട്ടം, കളങ്കം, മാലിന്യം ഒന്നും പറ്റാതെ ദൈവശക്തിക്കകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കും. എന്തിന്? അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പോ ആ രക്ഷ നമ്മൾ പ്രാപിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ ദൈവം. ഇന്ന് പകൽ പറയാമോ, ഞാൻ വിടുതൽ പ്രാപിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ല, എൻ്റെ ദൈവം. എൻ്റെ ജീവിതത്തിൽ ആ വിടുതൽ നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ എൻ്റെ ദൈവമാണ്. അത് സംഭവിക്കണമെങ്കിൽ ദൈവശക്തിയിൽ എന്നെ അവന് സൂക്ഷിക്കാൻ പറ്റണം. അതവന് പറ്റണമെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകണം. പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എന്നാണോ? പിന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. എന്തിനാ? നമ്മളെ സൂക്ഷിക്കാൻ. ആ ദൈവശക്തിക്കകത്താണ് നമ്മളെ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. എന്തിന്? അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയാൽ നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം നമ്മളിലേക്ക് പമ്പ് ചെയ്ത് കയറി വരുമ്പോൾ നമ്മൾ ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നത്. വിശ്വാസത്തെ ജനിപ്പിക്കുന്ന ഒരു ദൂത്, വിശ്വാസത്തെ ജനിപ്പിക്കുന്ന ദൈവശബ്ദം, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം അകത്ത് നമ്മൾ നന്നായി കരുത്തുള്ളവർ. അവരോടെ ദൈവിക ദൂതുകൾ നമ്മൾ ആവർത്തിച്ച് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ആത്മതലത്തിൽ നമുക്ക് നിൽക്കണം. മീറ്റിംഗ് തീരുമ്പോൾ തളർന്നു പോകുന്ന ഒരു തലയല്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ ദൂത് അപ്രത്യക്ഷമാകുന്ന ഒരു ഹൃദയമല്ല, പിന്നെ നിന്ന് കത്തുന്ന ഒരാത്മതലം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പങ്കെടുക്കുന്നവരുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം നടക്കട്ടെ. അഞ്ചലവർദ്ധല വന്ദല വഞ്ചല വന്തിരി വിന്തിരി 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 വിഞ്ചല വർദ്ധിരി വിത്തിരി വച്ചല വന്തൽ കർമ്മന ഘടകചാലം അന്തല ഗഞ്ചല വന്ദല വഞ്ചല വന്ദല 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 വൈജല വർദ്ധല വന്ദല 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 വന്ദൽ 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 വാദം എല്ലാ വിശ്വാസത്തിന്റെ ചിന്തകളും യേശുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ, മാഞ്ഞു പോകട്ടെ.
എല്ലാ ഭയം, എല്ലാ ആകുലതകൾ യേശുവിന്റെ നാമത്തിൽ മാഞ്ഞുപോടെ, മാഞ്ഞുപോടെ. നടക്കുമോ, ലഭിക്കുമോ, കിട്ടുമോ, സൗഖ്യമാകുമോ, അങ്ങനെയുള്ള ഭയങ്ങളും ഭാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. ആ ദൂത് പറയുമ്പോഴെല്ലാം പത്രോസ് പറയുന്നു, നോക്കിയ നമ്മൾ വേറൊരു തലത്തിലുള്ളവരാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സുറപ്പിക്കണം, നിങ്ങൾ നിർമ്മതരാകണം. കാരണം നിങ്ങൾ ആള് വേറെയാ. അതുകൊണ്ട് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരായ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചിരിക്കുന്നതാണോ? ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം ആരാ നോക്കി? ഇതിന്റെ പിന്നിലെല്ലാം ഒരു ദൈവമുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചു, ആയിക്കോട്ടെ, പക്ഷെ നിന്നെ വീണ്ടും ജനിപ്പിച്ചു. ആര്? നിന്റെ ദൈവം. നിങ്ങൾ നോക്കിക്കേ, ചോരത്തളി ആചരിച്ച് വടി പിടിച്ച് തിടുക്കത്തിൽ ഇവർ കഴിക്കുമ്പോൾ ഇവരോട് ചോദിച്ചേ, വിടുതല സമയമായി, പക്ഷേ നീ അറിഞ്ഞോ? നിന്റെ വിടുതല സമയമായപ്പോൾ ഹോരേബിൽ തമ്പുരാൻ ഇറങ്ങി. നീ ചിന്തിച്ചതുപോലില്ല. നിന്റെ വിടുതല നാഴിക വന്നപ്പോൾ മോശയെ തമ്പുരാൻ വിളിച്ചു, നീ അറിഞ്ഞില്ല. മോശയെ പുറപ്പെടുവിച്ചു, നീ അറിഞ്ഞില്ല. കുഞ്ഞാടിനെ എടുക്കാൻ പറഞ്ഞു, നീ അറിഞ്ഞില്ല. കട്ടളപ്പടിയിൽ രക്തം പുരട്ടാൻ പറഞ്ഞു, നീ അറിഞ്ഞില്ല. സംഹാരകൻ ഇറങ്ങാൻ തുടങ്ങി, നീ അറിഞ്ഞില്ല. കാരണം നീ പുറപ്പെടണമെന്ന് നിന്റെ ദൈവം ആഗ്രഹിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചു, ശരിയാണ്. പക്ഷേ പത്രോസ് പറയുന്നു, നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പിശാചാ നമ്മടത് പറയുന്നത് എല്ലാം പൂട്ടിക്കെട്ട് വന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നടക്കുകയല്ല, എനിക്ക് നിന്നെക്കുറിച്ച് പ്ലാനുകളുണ്ട്. ഓ, എനിക്ക് നിന്നെക്കുറിച്ച് പ്ലാനുകളുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് വമ്പൻ പദ്ധതികളുണ്ട്. ഇന്ന് പകൽ ആത്മാവ് സംസാരിക്കുന്നല്ലോ. ആമേൻ. അകാരണമായ ഭാരങ്ങൾ യേശുവിന്റെ നാമത്താൽ, വചനത്തിന്റെ വാളിനാൽ ഇന്ന് പകൽ ഞങ്ങൾ വെട്ടിക്കളയുന്നു. എത്ര പേര് പറയും, എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്? അതിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ അല്പകാലത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ആനന്ദിക്കുന്നു. അതെന്തിനാ? ആ വാക്യം നോക്കി. അതിൽ നിങ്ങൾ നാനാ പരീക്ഷകളാൽ അല്പകാലത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അല്പകാലത്ത് സന്തോഷിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നതാണോ? വായിച്ചേവാസ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പ്രായോഗിക ജീവിതത്തിന്റെ പ്രശ്ന സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇവരിലെ ആത്മ മനുഷ്യൻ ആനന്ദിക്കും. വെറുതെ അങ്ങ് ആനന്ദിക്കുക എന്നല്ല, അതിന് കാരണമുണ്ട്. അടുത്ത വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. ആമേൻ. എന്തുകൊണ്ട്? വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ആ വാക്യം എഴുതി വരുമ്പോ ദൂത് നോക്കണം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. വിശ്വാസത്തിന്റെ പരിശോധന എന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരുന്നുണ്ടോ? ഉണ്ടോ? വിഷമിക്കല്ലേ. ആ ദൂത് കൃത്യം പിടികിട്ടിയാൽ നമുക്ക് വിഷമം വരത്തില്ല.
അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ. കണ്ടോ, ദൈവം ഒരു ദൂത് പറയുമ്പോൾ അതെങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന് നോക്കി. ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ റൂമിലേക്ക് നിങ്ങളെ ഞാൻ കയറ്റിക്കൊണ്ടു പോകാം. അവിടെ ലക്ഷങ്ങളുടെ ആഭരണങ്ങൾ അദ്ദേഹത്തിൻ്റെ അലമാരിയിൽ ഇരിപ്പുണ്ട്. എന്നാൽ വളരെ വിലക്കുറഞ്ഞ തൂക്കത്തിനുള്ള ഒരു ചെറിയ തരി സ്വർണം പുള്ളിയുടെ ഉലയ്ക്കകത്ത് കിടപ്പുണ്ട്. ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെ ശ്രദ്ധ എവിടെ ആയിരിക്കും? ലക്ഷങ്ങളിരിക്കുന്ന ഷെൽഫിലായിരിക്കുമോ, അതോ ചെറിയ തൂക്കം ചെറിയ വിലയുള്ള ഉലയിൽ കിടക്കുന്ന സ്വർണത്തിലായിരിക്കുമോ? അതെന്താ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പണി കഴിഞ്ഞ് കയറ്റി വെച്ചേക്കുന്നത് അത്, ഇത് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ. നീ പറയുന്നുണ്ടല്ലേ ഈ ദിവസങ്ങൾ നിന്നെ തമ്പുരാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന്. പക്ഷെ തമ്പുരാൻ പറയുന്നത് നീ വില കൂടിയവനായതുകൊണ്ടല്ല. ആമേൻ, നിന്നിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു സംഭവമുണ്ട്. ആമേൻ, അത് അല്പം ചൂട് കൂടിയാൽ, അവന്റെ ശ്രദ്ധ പതറിപ്പോയാൽ ആ പ്ലാനിൽ വരത്തില്ല എന്നതുകൊണ്ട് ഈ പ്രയാസത്തിന്റെ ദിവസങ്ങളിൽ നിന്നെ ഏറ്റവും കൂടുതൽ ദൈവം ശ്രദ്ധിക്കുന്നു. പ്രയാസം വരുമ്പോൾ നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്നാണ്. പ്രതികൂലം ഇല്ലാത്തവരെ ദൈവം അങ്ങ് ശ്രദ്ധിക്കുന്നു, പ്രതികൂലമുള്ള എന്നെ ദൈവം കുറച്ച് ശ്രദ്ധിക്കുന്നുള്ളൂ. അല്ല, ഉലയിൽ കിടക്കുന്ന ഒരു തരി സ്വർണത്തിന്റെ മേലാണ് പണിക്കാരന്റെ കണ്ണിരിക്കുന്നത്. അവൻ പറയുന്നു, ഒന്ന് നോട്ടം പതറിപ്പോയാൽ അവൻ ഞാൻ ആഗ്രഹിക്കുന്ന ആകൃതിയിലേക്ക്, ഡിസൈനിലേക്ക് ഇത് വരാതെ പോകും എന്നതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവ് നമ്മളോട് പറയുന്നു, അവൻ ഏറ്റവും കൂടുതൽ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നു. ഉറപ്പ്. ഞാൻ പ്രതികൂലത്തിലാ, കർത്താവ് പറയും എന്റെ കണ്ണ് നിന്റെ മേലാ. കാരണം ഈ പ്രതികൂലത്തിൽ എന്റെ ഡിസൈനിലേക്ക് നീ വരാവുള്ളൂ. വേറൊന്നും നിനക്ക് സംഭവിക്കല്ലേ, വേറൊരു കാര്യം നിനക്ക് സംഭവിക്കല്ലേ, വേറൊരു കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കല്ലേ. ഇന്ന് മകൾ ദൈവത്തിന്റെ പ്ലാനിന് വിരോധമായി, ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി വേറൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് അവന്റെ കണ്ണുകൾ നമ്മളെ ശ്രദ്ധിക്കുന്നു. ഒരു വാക്യം ഓർമ്മ വരുന്നുണ്ട് ഇപ്പോ. തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ. അപ്പൊ നോക്കുക ഇതിനകത്ത്, ആമേൻ, ഞാൻ ബലവാനെന്ന് കാണിക്കണം. പക്ഷേ അങ്ങനെ എനിക്ക് കാണിക്കണമെങ്കിൽ എങ്കിൽ ഏകാഗ്ര ചിത്തനായിരിക്കുന്ന ഒരുത്തനെ എനിക്ക് കിട്ടണം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നിൽ ഏകാഗ്ര ചിത്തനായിരിക്കുന്ന ഒരാളെ എനിക്ക് കിട്ടിയാൽ അവനു വേണ്ടി ഞാൻ ഇറങ്ങി വെളിപ്പെടുത്തും. ആമേൻ, ഞാൻ തന്നെത്താൻ ബലവാൻ. ആമേൻ, നമ്മുടെ ഭവനങ്ങൾക്കകത്ത് അത് സംഭവിക്കണേ, നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കണേ. ജലവർദ്ധന വേദസ്മര അന്തലവാദി അഞ്ചൽ കർമ്മ അടകാചൂട മനകാചാര ധനയാചാര ൂടക ജാലക ധാരക ജാലക ജാരക ധേരക ജാരക ജൂടക ധൂടക ജാലക ധാരക ജാരക ധാരക ധേരക ധാരക ജൂടക ജൂടക ധാരക ജാരക ധേര ൂടക ജാലക ധാരക ജാരക ധാരക ജാരക ധാരക ധേരക ധാരക ജൂടക ജൂടക ധാരക ജാരക ധേരക ജാരക ധൂടക ജൂടക ധാര ൂടക ജാടക ജാടക ധേടക ജാടക ജൂടക ജൂടക ധാരക ജാനക വേരക മാനക ജൂടക 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 ധാര അന്തല വേദല വൈതല വർദ്ധല വന്ദല വഞ്ചല വന്തിൽ കർമ്മന ഘട്ട ചൂട ചാട ചേട ചീടം വാലം വേലം വാലം അന്തല വഞ്ചല വന്ദൽ വന്ദല വഞ്ചല വന്തിരി വിന്തിരി 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 വിഞ്ചല വർദ്ധൽ വന്ദല വഞ്ചൽ വേദൽ വേദൽ. ഓ രവ സ്മൈഥിനിയൽ ഗേബ സ്മൈഥിനിയൽ പ്രഭു. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ
ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ. അപ്പൊ ഇതിനകത്ത് നമ്മളെ ആരെയൊക്കെയോ തമ്പുരാൻ തിരയുന്നുണ്ട്. എനിക്ക് ബലവാൻ എന്ന് കാണിക്കണം, നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കണം ദൈവത്തിന്. ഏതൊക്കെയോ മേഖലകൾ ദൈവത്തിന് തെളിയിക്കണം. ആമേൻ. ഇവനൊരു ദൈവമുണ്ട്, ഇവൾക്കൊരു ദൈവമുണ്ട്. ആമേൻ. ഇവന് വേണ്ടി ഞാൻ ബലവാനെന്ന് എനിക്ക് കാണിക്കണം. അത് ബന്ധങ്ങളുടെ നടുവിലായിരിക്കും, ബന്ധുക്കളുടെ നടുവിലായിരിക്കും, അത് സുഹൃത്തുക്കളുടെ നടുവിലായിരിക്കും, അത് കൂട്ടുകാരുടെ നടുവിലായിരിക്കും, അത് നാട്ടുകാരുടെ നടുവിലായിരിക്കും, അത് ആരോഗ്യത്തിന്റെ വിഷയത്തിലായിരിക്കും, അത് സാമ്പത്തിക വിഷയത്തിലായിരിക്കും, അത് തലമുറയുടെ വിഷയത്തിലായിരിക്കും, അത് ശുശ്രൂഷയുടെ വിഷയത്തിലായിരിക്കും, അത് വാഗ്ദത്തത്തിന്റെ വിഷയത്തിലായിരിക്കും, അത് പട്ടണത്തിലായിരിക്കും. എനിക്കൊരു ദൈവമുണ്ടെന്ന് തെളിയാൻ പോകുന്നു. ഞാൻ സേവിക്കുന്നത് ഒരു ഉന്നതനായ ദൈവത്തെയാണെന്ന് തെളിയാൻ പോകുന്നു. ആമേൻ. എനിക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്നവൻ കാണിക്കാൻ പോകുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഓ റബദല ഘടകജലവർദ്ധന, ദൈവം എനിക്ക് വേണ്ടി വലിയ 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 കാര്യങ്ങൾ. ഉടല റബല ഹടകജലവർദ്ധന ദഗസ്മനാദന ആന്തൽ ഗമന ഘടകജലവർദ്ധന പ്രവർത്തനാദിയ ഓ ശാബ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 ാ
തെളിയാൻ പോകുകയാണ്. തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവം ആരെയാ തിരയുന്നു നോക്കി. ദൈവം ഇതിനകത്ത് ആരെയാ തിരയുന്നത് നോക്കി. ദൈവത്തിന് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ശ്രദ്ധയോടെ ഇരിക്കുന്നവരുണ്ടോ? എനിക്കൊന്ന് വെളിപ്പെടാൻ, എനിക്കൊന്ന് തെളിയിക്കാൻ. ഉടല റബ ശകന ആമേൻ. ബിജുപാസ് പരിശുദ്ധാത്മാവരോട് പറയുന്നു, തീരപ്രദേശങ്ങൾ ഇളകാൻ പോകുന്നെന്ന്. തീരപ്രദേശങ്ങൾ ഇളകാൻ പോകുന്നെന്ന് ആത്മാവനോട് സംസാരിക്കുന്നു. അങ്ങനെയുള്ള മേഖലകളിൽ ഒരു ദൈവത്തിന്റെ ബലം വെളിപ്പെടുത്താൻ ഈ ദിവസങ്ങളിൽ ഞാൻ പുതിയ ഇടങ്ങൾ അഭിഷിക്തന്റെ മുമ്പിൽ തുറന്നു തരുന്നെന്ന് ആത്മാവ് ഇടപെടുന്നു. ഈ ഉപവാസത്തിൽ പുതിയ ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ കണ്ണുകൾ തിരിയുന്നു. സങ്കീർണമെന്ന് ജനം വിധിയെഴുതുന്നു. ദേശങ്ങളിൽ കർത്താവ് ഒരു വലയെറിയാൻ പോകുകയാണ്. കർത്താവ് ഒരു വലയെറിയാൻ പോകുകയാണ്. ആർക്കും മെരുങ്ങാത്ത മല്ലന്മാരുള്ള ഇടങ്ങളിൽ കർത്താവ് ഒരു വലയെറിയാൻ പോകുകയാണ്. തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഇന്ന് പകലിൽ അവൻ ചിലരെ അഭിഷേകം ചെയ്യുക. ആർക്ക് കീഴടക്കാൻ കഴിയാത്ത മല്ലന്മാരെ കീഴടക്കേണ്ടതിന് ദൈവം ചിലരുടെ കയ്യിൽ ഒരു കൂറ്റൻ വല തരുന്നു. അതൊരു അഭിഷേകമാണ്, അതൊരു ആത്മപകർച്ചയാണ്, അതൊരു അധികാരമാണ്, അതൊരു വെളിപ്പാടാണ്. ആർക്കും കീഴടങ്ങാത്ത വിഭാഗമാണ്. പക്ഷേ അതിനെ പിടിക്കാനൊരു വല, അതൊരു ദൈവശക്തിയുടെ കൈമാറ്റം എന്ന് പരിശുദ്ധാത്മാ പറയും. ഈ ഫാസ്റ്റിംഗിൽ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ റബ സദന രഗന, ചില ഇടങ്ങളെ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുകയാ, ചില സ്ഥലങ്ങളെ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുകയാ.
റാബ ശകന രഗന ഹദഗ ഉടജാല ഹദൽകമ ശകനേർ ബേറോ. ദേവസനെ ഇതുവരെ വല എറിയാത്ത ഇടങ്ങളിൽ പെരുത്ത മീൻകൂട്ടങ്ങൾ കൂട്ടം കൂടി കയറി വരുന്നു എന്ന് പരിശുദ്ധാത്മാ പറയും. പരിശുദ്ധാത്മാ പറയും. ഏകാഗ്ര ചിത്തതയോടെ ഈ ദിവസങ്ങളിൽ സഞ്ചരിച്ചു. ദൈവാത്മാവ് ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്. ആമേൻ. ഇപ്പോൾ ഈ നടക്കുന്ന ആരാധന ഇടം മാത്രമല്ല, വേറൊരു വലിയ തുറവി ദൈവാത്മാവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിശാലത ആത്മാവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് തുറക്കട്ടെ. അതിന്റെ താക്കോലുകൾ, അതിന്റെ ആയുധങ്ങൾ അടര ജഗന ഹതുരി ജഗന ഹദല മദന മദന മദന. യേശുവിന്റെ നാമത്തിൽ അതിന്റെ താക്കോലുകൾ സതന പലരുടെയും കയ്യിലേക്ക് അത് കേറി വരട്ടെ. ആരം ജാലം ദാരം ജേലം ദാരം വേലം വേലം ദാരം ജൂഡം ദാലം ദാരം വേലം വൈദം മാലം മന്ദം വേലം വാദക്കട്ടം വേദിക്കട്ട ഹൂടക്കട്ട അന്തലകച്ച അന്തികടച്ചി വാദകടച്ച് വേരക്കർമ്മേ ജൂടത്താലി അഞ്ചപരത്ത അർദ്ധക്കട്ടി ആദകടച്ച അന്തലകച്ചല വർദ്ധേകട്ടി അന്തകടച്ചല വേലാകട്ടി ആദക്കട്ടികൾ എന്തേകട്ടി ആദക്കട്ടവൽ എന്തോരാത അഞ്ചലവന്നം വേലമ്മാലെ ഹൂടക്കട്ടകൾ എന്തൽവർദ്ധി അന്തകരച്ചന വർദ്ധൽകാടി അന്തകരച്ചന വേരക്കർമ്മ ഹൂടക്കട്ടികൾ എന്തവേല അഞ്ചലവർദ്ധല വർദ്ധലവർദ്ധി അന്തക്കട്ട വേരിക്കട്ട ഹൂടക്കട്ടി കാലക്കട്ടി കർമ്മക്കട്ടി വേരിക്കട്ടി ആദക്കട്ടം വന്നക്കട്ട ധീടക്കാച്ച അന്തക്കാലെ വന്നമ്മാലെ ജൂബലവർദ്ധല വന്ദല വഞ്ചല വന്ദല 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 വന്ദൽ 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 വേദൽ വന്ദൽ. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ചില ഇളങ്ങളെ ഞാൻ ഇളക്കും. പള്ളുരുത്തി മേഖലകളെ ഞാൻ ഇളക്കും. ചേരാനെല്ലൂർ ഞാൻ ഇളക്കും. പരവൂർ മേഖലകളെ ഞാൻ ഇളക്കും. മരണ സ്ഥലങ്ങളെ ഞാൻ ഇളക്കും. ഉടവ സകല റഗന ഹടകജാനകടക ചില ടൂറിസം മേഖലകളെ അവൻ ഞാൻ ഇളക്കി തരും. അടര ജഗാന ഹടകസിയ അവൻ മഞ്ഞുമ്മൽ ഞാൻ ഇളക്കും. ഉടര തമസി മനപ്രഭ അഞ്ചല ധൂപാര ഹർഷന ചേറായി ഞാൻ ഇളക്കും. ഉടാല വാശി ഗിബിൽ പ്രോ. ഞാൻ ഇളക്കും. മല്ലന്മാർ വാഴുന്ന ദേശങ്ങളെ ഞാൻ ഇളക്കും. ആഴത്തിൽ കുഴിച്ച് വലിയ പണി നടത്തുന്ന ഫാസ്റ്റിംഗ് ആയിരിക്കും ഇത്. ഉലയാത്ത അടിസ്ഥാനം വീടുന്ന ഫാസ്റ്റിംഗ് ആയിരിക്കും ഇത്. രക്തം ജയം ഉദലാ പ്രവർത്തന വദസ്മനാദന ഘടകം അജകർമ്മവാദി ഘടകം ജഡപ്രവർത്തിനി വിധിസ്മനാദിനി. പ്രത്യേക ഇടങ്ങളിൽ ആരാധനകൾ ഉയരുന്ന ആമേൻ ഒരു കൊടി ദൈവാത്മാ ഉയർത്തുകയാണ്. എന്നെ ഇവിടമല്ല കാണിക്കുന്നത്, വേറൊരിടം ദൈവനെ കാണിക്കുന്നു. ജസ്വായിനി അൽബ്രേദഗമന ഘടക ജലവർദ്ധന പ്രവാദന അത് ആമേൻ. അത് പ്രധാനമായ പാതയോട് ചേർന്നുള്ള ചില ഇടങ്ങൾ ദൈവാത്മാവ് ഒരുക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില അടിത്തറകൾ ആത്മാവ് ഇളക്കി കളയുന്നു.
ഇതിനകത്ത് അനേകർ ഈ സഭാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ പോവുക. ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ അതിശക്തന്മാരായ ഇടയന്മാർ കർത്താവിനോട് പറയുന്നു, ഭയങ്കര പ്രവചന ദൂതുള്ള ഇടയന്മാർ ഈ ഫാസ്റ്റിംഗിൽ കയറി വരാൻ പോകുകയാണ്. ശക്തന്മാർ കയറി വരാൻ പോകുകയാണ്. ഭീതിയിടുന്നവർ കയറി വരാൻ പോകുകയാണ്. ജനത്തെ ഭയപ്പെടുത്തുന്നവർ ഈ ഫാസ്റ്റിംഗിൽ കയറി വരാൻ പോകും. ശുശ്രൂഷക മേഖലകളിൽ വെളിപ്പാടുള്ളവർക്ക് വേണ്ടി ഈ ഉപവാസം വലിയൊരു തിരുവായിരിക്കുന്ന ദൈവാത്മാവിനോട് പറയുന്നു. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ജനം ഭയന്നു എന്ന് വായിക്കുന്നത് പോലെ ജനം ഭയക്കുന്ന തരത്തിലുള്ള ഇടയന്മാർ കയറി വരാൻ പോകുകയാണ്. കോംപ്രമൈസ് ഇല്ലാതെ നിൽക്കുന്ന ഇടയന്മാർ യേശുവിന്റെ നാമത്തിൽ പൊങ്ങി വരികയാണ്. അവരുടെ വായിലൊരു പ്രവചന ശബ്ദമുണ്ടായിരിക്കും. അവരുടെ വായിലൊരു വാളുണ്ടായിരിക്കും. നീ ചില കൂട്ടങ്ങൾക്ക് ഭയമാകാൻ പോകുകയാണ്. നിന്റെ ദൂതുകൾ, നിന്നിലൂടെ വെളിപ്പെടുന്ന ശുശ്രൂഷകൾ ചില ഇടങ്ങളിൽ ഭയമാകാൻ പോകുകയാണ്. നിന്നോട് എതിർത്തു നിൽക്കുന്നവരുടെ നടുവിൽ നീ ഒരു ഭയമാകാൻ പോവുകയാണ്.